യുഎസ് ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ഭഗേയി എക്സിൽ കുറിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഒരു സമാധാന ചർച്ച എന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമായി അവിടെ നിലനിൽക്കുകയാണ്. ഇനി സമാധാന ചർച്ച ഉണ്ടായാൽ തന്നെ അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, എല്ലാവരും കാത്തിരുന്നത് പോലെ ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയെങ്കിലും ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതകൾ അത് ഇപ്പോഴും നേരിയ തോതിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴൊരു ചർച്ചയല്ലെങ്കിൽ പോലും ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ ഉപാധികളും അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു സമവായ നീക്കം അതെങ്കിലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് ഇത്തരം അഭ്യൂഹങ്ങൾ വന്നത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പ്രതികരണം നടത്തിയത്. അവർ പറഞ്ഞത് ഇറാൻ ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി US തങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്നറിനെയും പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്.